യാതൊരുവിധ കൺട്രോളും ഇല്ലാതായിരിക്കും വരുന്നത്. നിയമങ്ങളൊക്കെ മാറിയിരിക്കുന്നു. IPC ഒക്കെ മാറി, IPC 304A ഒക്കെ മാറി. അതായത് റാഷർ നഗ്ലിങ് അങ്ങനെയുള്ള ഒരു ഡ്രൈവിംഗ് ഒക്കെ സംഭവിച്ചാൽ ഇനിയിപ്പോൾ അശ്രദ്ധ മൂലം ആരെങ്കിലും മരണപ്പെട്ടാൽ പണ്ടത്തെ കൂട്ട് കാശ് കൊടുത്ത് രക്ഷപ്പെടാനും പറ്റില്ല. 5 വർഷം തുടങ്ങും, ഉറപ്പാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. 5 വർഷം മുതൽ 7 വർഷം വരെ തടവിന് ശിക്ഷിക്കും. അത് ആ പറയുന്ന എന്താ പറയുന്നത്, രോഗിയെ ഉപേക്ഷിച്ച് പോയാൽ 10 വർഷം വരെ കൂടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സംഗതി കറക്റ്റാണ്. പക്ഷെ അതിനകത്ത് വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനുകളാണ് FIR എടുക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ അശ്രദ്ധയാണോ ശ്രദ്ധയാണോ, പിന്നെ അതൊക്കെ തന്നെ ഒരു പരിഗണിക്കില്ല. ഇനി അതൊരു ബാർഗെയിനിങ്ങിനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഇതിങ്ങനെ അശ്രദ്ധമാണ് എഴുതിയാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞ് എഴുതിയെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറെ രീതിയിലൊക്കെ ട്വിസ്റ്റ് ചെയ്യുമോ, എന്തൊക്കെയാ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ബൈക്ക് റൈഡർമാരോടൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ ഇനി എന്തിൻ്റെ പേരിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാര്യം പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അപകടം നടന്നാൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് അന്നേരം സംഭവിച്ചു, ഉറങ്ങിപ്പോയി, അങ്ങനെ സംഭവിച്ചത്. ഇനി അതിനൊന്നും ഒരു സാധ്യതയില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംഭവങ്ങളും അതുപോലെ തന്നെ. അതായത് ഇനി അകത്ത് കത്രി വെച്ച് സെറ്റ് ചെയ്തിട്ട് പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് അതൊന്നും പരിഗണിക്കപ്പെടില്ല. അതൊന്നും വേറെ ഒന്നും സംഭവമായിട്ടൊന്നും അതിനെ കണക്കൂട്ടില്ല. അത് അശ്രദ്ധയായിട്ടൊന്നും കണക്കൂട്ടില്ല. തീർച്ചയായിട്ടും അതിനൊക്കെ ശിക്ഷ വരുന്നു എന്നുള്ളത് നല്ല കാര്യമായി കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഒരു പൊതു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഈ സമൂഹത്തോട് ഒരു മര്യാദ കാണിക്കേണ്ട മനുഷ്യരായിരിക്കണം അല്ലേ? നമുക്കൊരു മാന്യത വേണ്ടേ? നമ്മളിപ്പോഴും അശ്രദ്ധമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇഷ്ടത്തിനാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ 40കളിലെ ജീവിതം എല്ലാവരും കഴിഞ്ഞ ദിവസം എല്ലാവരും പരാമർശിച്ചൊരു കാര്യമാണ്. ഈ 40 വയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ജീവിതത്തെക്കുറിച്ച് വളരെ തീവ്രമായി പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തെ കുറച്ചുകൂടെ തീവ്രമായി അനുഭവിക്കാൻ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുന്നത്? അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഒരു പക്ഷേ നമ്മുടെയൊക്കെ പിതാമഹന്മാരൊക്കെ കുറേ 40 ഇല്ല അവർക്ക്. അതിനു മുമ്പേ അവർ കഷ്ടപ്പെടാൻ തുടങ്ങും. 10-12 വയസ്സ് മുതലേ പണി തുടങ്ങും. 40 വയസ്സുകൾ മുതലാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും കേൾക്കണം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ 40 വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം എടുത്ത് നോക്കുമ്പോൾ, അതായത് വാഹനങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഡ്രൈവറായി മാറുന്നൊരു പ്രായമാണ് 40കൾ. അതുവരെ നമ്മൾ വാഹനങ്ങളാണ്. ഇപ്പം വീട്ടിലെ മക്കളായി, ടീനേജേഴ്സായി, ജോലിയില്ലാത്ത യുവാക്കളായി, ഒരു പരിധി വരെ വരുമാനം ഒന്ന് സെറ്റിലായി വരുന്ന ഒരു ഘട്ടമായി, പിന്നെ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായി, അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് കഴിഞ്ഞാൽ പോലും പിന്നെ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ്, വീട്, കുടുംബം, അതിൻ്റെ ഒരു സംഗതികളൊക്കെയായി, കുഞ്ഞുങ്ങളായി, ഇങ്ങനെയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, വാഹനത്തിൽ നിന്ന് മാറി ഡ്രൈവറായി ഇങ്ങനെ വരുന്നൊരു ഘട്ടത്തിൻ്റെ ഒരു ചേഞ്ചാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ 40കളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാലത്തെയും കാത്തിരിക്കാനില്ല. നമ്മൾ സാധാരണ പറയുമല്ലോ, മക്കൾ വളർന്നു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജീവിക്കാം, അവരെ കെട്ടിച്ചു വിട്ടിട്ട് ജീവിക്കാം, അവർ പറക്കമുറ്റിയിട്ട് ജീവിക്കാം, അവർ പറന്നു പോയിട്ട് ജീവിക്കാം, അവർക്ക് വേണ്ടി നമ്മളല്ലാതെ ആരാണുള്ളത്, ഇങ്ങനെ പറയുന്ന ഈ ചിന്തകളുടെ മേലൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് അവരെറിയാൻ തുടങ്ങുന്ന പ്രായമാണ് ഈ മക്കളെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിക്കുന്നു, ബാഡി നമുക്കില്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അല്ലെങ്കിൽ ബാലിലെ കൊച്ചുമാട, അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ വീട്ടിൽ വരെ പോവാം. ഇല്ല ഞാൻ വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരി ഇന്നാര് കരുനാപ്പള്ളിയിൽ വരും, ഞാനെന്ന് അവിടെ പോയിക്കോട്ടെ. അപ്പോൾ ഈ അമ്മ തടയുന്നു, എന്താ നീ ഞാൻ വിളിച്ചെടുത്ത് വരാറില്ല, അല്ല എനിക്കതിൽ താല്പര്യമില്ല, ഞാൻ ഇവിടെയാണ് പോകുന്നത്. ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ കല്യാണത്തിന് വിളിക്കുന്നു. ചില വസ്ത്രങ്ങൾ ഇടുമ്പോൾ ഈ അമ്മമാർ ഇടപെടുന്നു, അല്ലെ അച്ഛന്മാരുടെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കത് എൻ്റെ ശരീരത്തിന് ഇണങ്ങുന്ന ഇതാ, ഞാനത് ഇടണമെങ്കിൽ ഞാനതിന് വരുന്നില്ല. അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനെയാണോ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും അതിനെ വളർത്തണമെന്നും ഒക്കെ വിചാരിച്ചത്, അത് റിട്ടാലിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ പറയുന്നത് പോലെ
അവിടെ വെച്ചാണ് നമ്മൾ ഈ അനുഭവങ്ങൾ, അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം കൂടി കീറിയിട്ട പേപ്പറുകൾ പോലുള്ള ഒരു കൂമ്പാരമാണ്. അവിടെ വെച്ചാണ് നമ്മളിതെല്ലാം അടുക്കി പറക്കി ഒന്ന് നിരത്തി വെക്കുന്നത്. നമ്മളല്ലേ പദപ്രശ്നം പോലെ കുറെ സാധനങ്ങൾ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടു, ഞാൻ എന്ത് ജീവിച്ചു, ഞാൻ എവിടെ പോയി, ഞാൻ എന്തറിഞ്ഞു, എൻ്റെ ജീവിതം എവിടെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചു. അപ്പൊ അവിടെ മുതൽ ചില മനുഷ്യർ അങ്ങ് സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു. പോയതൊക്കെ പോയി, നീ ഇതുപോലൊക്കെ തന്നെ എന്നത്. ചില മനുഷ്യർ അങ്ങനെയല്ല, ചിലർ അന്വേഷിച്ച് അത് റീജുവനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിൽ നിന്ന് ഉയരാൻ, അതിൽ നിന്ന് എന്താ പറയുക പാഠം പഠിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് ഈ 40 കഴിഞ്ഞാണ് ഓരോരുത്തർ ജീവിക്കാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം. അല്ല, അതിനിടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ട് പിന്നെ മാറിക്കളഞ്ഞു, ഡൈവേർട്ട് അങ്ങോട്ട് വേറെ സൈഡിലേക്ക് പോയി. അതായത് 40 എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതം പഠിക്കുന്നത്. കാര്യം അതുവരെ ഉണ്ടായിരുന്ന നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ നാവട്ടെ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടട്ടെ എന്നൊക്കെയുള്ള ഒരു എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു. ആ എക്സ്ക്യൂസസ് ഒന്നും ഇല്ലാതെ പിന്നെ ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. 40 എത്തുമ്പോൾ ഒരു എക്സ്ക്യൂസും പറയാനില്ല. മക്കൾ വളരട്ടെ എന്നുള്ള കാഴ്ചപ്പാടൊന്നും പറയാനില്ല. പിള്ളേരെ അവിടെ തന്നെ പുറകെ കിടന്നുകൊണ്ട്, അല്ലെ ഭാര്യ പറയും, അത് നിങ്ങൾക്ക് കുറേ കാലമായിട്ടില്ലേ ഇത് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തി കൂടെ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. അതായത് നമുക്ക് മുന്നിലേക്ക് ചോദ്യങ്ങൾ എത്തി തുടങ്ങും. അതിന് മുമ്പ് വരെ ഒരു പക്ഷേ നമുക്ക് മുമ്പിലേക്ക് ചോദ്യങ്ങളൊന്നും വലുതായിട്ട് എത്തി തുടങ്ങില്ല. നമ്മൾ നമ്മുടേതായ ഒരു ശൈലിക്കായിരിക്കും ജീവിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ കല്യാണമൊക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു എക്സ്ക്യൂസസ് പറയാനില്ലല്ലോ, പിന്നെ ഒന്നുമില്ല, പിന്നെ ഇതെല്ലാം സെറ്റിലായി കഴിഞ്ഞു. അതാ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, ഈ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയാറുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് പിന്നെ 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 ഇഗ്നർ ചെയ്യപ്പെടുന്നുണ്ട്. അവർക്കൊരു സോഷ്യൽ ലൈഫ് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരം വെളുത്തു പോയാൽ ഗുണമായാലും ദോഷമായാലും തട്ടായാലും തെറിയായാലും എല്ലാം അവൻ്റെ ഫ്രെയിമുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തിടത്തോളം കാലം അവൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടുന്നവൻ്റെ ഓട്ടത്തിനോട് ചേർത്ത് അവളുടെ ജീവിതം കൂടി വെച്ചെങ്കിലേ അവനെപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് നൽകുന്ന കുറച്ച് സമയങ്ങളിലൂടെ അവളുടെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. അതവൻ ഓട്ടത്തിലാണെങ്കിൽ അതും പറ്റില്ല. ഇപ്പം അതുകൊണ്ട് ഞാൻ പലരോടും പറയാറുണ്ട്, ഇപ്പോൾ എന്താ പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ടൂർ പ്രോഗ്രാം ഉണ്ട്, സ്ത്രീകൾ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട് അതിന്റെ ഗ്രൂപ്പുകൾ. അത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, വീട്ടമ്മമാരായ സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്, പ്രായമായവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യുന്നു, ഈ സ്ത്രീകൾ മാത്രമുള്ള ടൂർ പ്രോഗ്രാം 4-5 ദിവസം സിംഗപ്പൂർ, മലേഷ്യ അതുപോലെ പോയി അവർ കറങ്ങി കംഫർട്ടബിളായിട്ട് മുറിയൊക്കെ എടുത്ത് സ്ഥലമൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ ഒരു 40 കഴിയുമ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി ഒരു സാധ്യതയുണ്ട്. അതായത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും പെട്ടെന്നുള്ള ഒരു അന്വേഷണം, ആയോ ആയില്ലേ എന്നുള്ളത്. ആയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അതായി, പിന്നെ ഈ പറയുന്ന കോംപ്ലാന്റെയും ബൂസ്റ്റിന്റെയും പൊടിയലക്കിന്റെയും ഈ പാൽക്കുപ്പിയുടെയൊക്കെ പ്രായം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അവൻ സ്റ്റാൻഡ് അലോൺ ആവുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടമാകുമ്പോൾ നിങ്ങൾ നിർബന്ധമായി 40 മുതൽ ജീവിച്ചു തുടങ്ങണം. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കാലയളവ് വരുന്നത് ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കായിരിക്കാം കൂടുതൽ അതൊരു വെല്ലുവിളിയായി വരുന്നത്. 40 കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം. അല്ല, സ്ത്രീകൾക്കല്ല, പുരുഷന്മാരിലും ചിലർക്കുണ്ട്, പുരുഷന്മാരിലും ചിലർക്കുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്ന ഒരു പോയിന്റില് പുരുഷനെപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സന്തോഷവാനായിട്ട് ജീവിച്ചു സോഷ്യൽ ലൈഫ് ആസ്വദിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇതിന്റെ ഒരു പെർസെന്റേജ് എടുത്ത് നോക്കുമ്പോൾ ഈ സ്ത്രീകളിൽ ഒരു 70%നും സോഷ്യൽ ലൈഫ് മിസ്സിംഗ് ആണെങ്കിൽ പുരുഷന്മാരിൽ ഒരു 10% മിസ്സിംഗ് ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും തരത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ 10% മിസ് ചെയ്യുന്നവരവർ എങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ 40 അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ഇടുന്ന പോലത്തെ ഷർട്ടൊക്കെ വാങ്ങിച്ചിടാൻ തുടങ്ങണം, പിന്നെ നല്ല കുട്ടപ്പനാവണം, ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ആരോഗ്യം നോക്കി ആവശ്യത്തിന് കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ എന്തിനോടാണോ ഇഷ്ടമുള്ളത് അത്തരം ഇഷ്ടങ്ങൾ, അത് അപകടകരമായ ഇഷ്ടങ്ങളല്ല, അല്ലാത്ത എന്താ പറയുക അനുവദനീയമായ ഇഷ്ടങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങണം, എൻജോയ് ചെയ്യാൻ തുടങ്ങണം. ഇഷ്ടങ്ങൾക്ക് ലിമിറ്റ് ഒന്നുമില്ല, അത് ഭാവനകൾക്കനുസരിച്ച്. അനുവദനീയമെന്ന് പറഞ്ഞത് ആർക്കും അപകടം ഉണ്ടാവുകയോ അപമാനം ഉണ്ടാവുകയോ ദുരന്തമായി തീരുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ചിലർക്ക് എന്നോട് നമ്മുടെ രാജീവ് ആലിങ്കൽ കവി, അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഷർട്ടും മുണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്,
ആ ഷർട്ടിൻ്റെ കോമ്പിനേഷൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചിലരെ കാണുമ്പോൾ അത് ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്കും എൻ്റെ അനിയനും മാറിയിടാൻ 2 ഷർട്ട് ഉണ്ടായിരുന്നൊരു കാലമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. അങ്ങനെ എൻ്റെ അനിയൻ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്ത ആ ആത്മഹത്യാക്കുറിപ്പിൽ അവസാനം അവൻ എഴുതിയ വരി, ചേട്ടൻ ഒരു ഉടുപ്പേ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഉടുപ്പിട്ടുകൊണ്ട് അത് ചെയ്യുന്നില്ല, ആ ഉടുപ്പ് ഞാൻ മടക്കി ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ചേട്ടന് ഉപയോഗിച്ചു കൊള്ളണം, മരിച്ചൊരാൾ ഉപയോഗിച്ചു എന്നൊരു ഭയമൊന്നും ചേട്ടന് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചത്. അപ്പോൾ ആ ഉടുപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രമേൽ ദുഃഖവും വേദനയുമായിരുന്നു. പിന്നെ അദ്ദേഹം ജീവിതത്തിൻ്റെ പടവുകൾ കയറിയപ്പോൾ ഈ ഷർട്ടിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലും അദ്ദേഹം കൂടുതൽ ഇൻറ്റിമസി കാണിക്കാൻ തുടങ്ങി, നന്നായി പ്ലസൻ്റായി ഒരുങ്ങാൻ തുടങ്ങി, നന്നായി പ്രസൻറ്റബിൾ ആകാൻ തുടങ്ങി. ഈ 40 വയസ്സ് മുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഒരു പ്രസൻറ്റബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം ചില സ്ത്രീകളൊക്കെ എന്താണെന്നറിയോ, ഇപ്പം മകളെ കല്യാണം കഴിച്ചു, മകൾക്കൊരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അമ്മുമ്മയായി തീരുന്നൊരു ഭാവമുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെയുള്ള കാഴ്ചപ്പാടിൻ്റെ യാതൊരു കാര്യവുമില്ല. മോളല്ലേ പ്രസവിച്ചത്, മോളെ വളർത്തട്ടെ, മോളെ നിങ്ങൾ വളർത്തി, ഇനി മകളെ വളർത്തട്ടെ, അല്ലെങ്കിൽ മകനെ വളർത്തട്ടെ. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇവരെ വളർത്താൻ വേണ്ടി എടുത്തു, പിന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇവരുടെ മക്കളെ വളർത്താൻ വേണ്ടി എടുത്തു, പിന്നെ കുറച്ചുകൂടെ നീട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ വളർത്താൻ വേണ്ടി എടുത്തു. അങ്ങനെയല്ലല്ലോ ജീവിതം. ജീവിതത്തിന്റെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി അവരവർക്ക് കൂടി ഉണ്ടല്ലോ, നമ്മുടെ ഒരു എലമെന്റ് ഉണ്ട്. അല്ല, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് കാര്യമാണ്. അവർ തന്നെ സ്വാർത്ഥത നല്ല പറയുക, അത് അങ്ങനെ ഒരു സ്വന്തം ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനായിട്ട് ഭൂമി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പം മരിക്കുമ്പോൾ കുറച്ച് നല്ല വെള്ള ഉടുപ്പും അത്രയും ഒക്കെ പൂശിക്കൊണ്ട് പോയോണ്ടെന്ന് അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാൻ? അല്ല, അന്നേരം മാത്രം പോയാൽ മതിയോ? ഈ മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എക്സ്റ്റൻഷനാണ്. അപ്പൊ ജീവിക്കുന്ന കാലത്തോളം, അത് നമുക്ക് ബോധമുള്ള കാലത്തോളമേ അത് പറ്റൂ. നമ്മളെ ബോധം നഷ്ടപ്പെട്ട് ഒരു ശയ്യാവലംബിയായാൽ, നമ്മൾ വേറെ ആരെങ്കിലും അതിനെ അവലംബിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്ടങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്, 40കളുടെ ചിന്തകളിൽ നിങ്ങളെ ഈ പറയുന്ന അലട്ടുന്ന അനുഭവങ്ങൾ, പാഠങ്ങൾ, നിങ്ങൾ പഠിച്ച പിന്നെ പാഠങ്ങളും അതിന്റെ തിരുത്തലുകൾ ജീവിതത്തിൽ എങ്ങനെ വളർത്തണം അല്ലെ എങ്ങനെ നിലനിർത്തണമെന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മളിത് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ചിരിച്ചിട്ടുണ്ടാവും, കുറെ ചേട്ടന്മാർ ചിരിച്ചിട്ടുണ്ടാവും. അതായത് 40കൾ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും അത്യാവശ്യം ടൂർ പാക്കേജ് ഒക്കെ ഉണ്ടെന്ന് അല്ലാണ്ട് പറഞ്ഞില്ലേ? അല്ലപ്പോ അങ്ങനെ ടൂർ പാക്കേജ് പോയിട്ട് വേണം ഇവർക്ക് തിരിച്ചൊന്ന് കളിയാക്കാൻ അങ്ങോട്ട്. മറ്റേത് ഭർത്താവ് ടൂർ പോയിട്ട് വരുമ്പോൾ നിങ്ങളെന്തിനാ അവിടെ പോയെ, അവിടെ മാത്രമേ പോകാൻ കണ്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയില്ലേ? അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് മാറി ഇവർക്കും തിരിച്ചങ്ങോട്ട് ചോദിക്കാവുന്ന ഒരു അവസ്ഥ എത്തുവോ? അല്ല, എത്തണം. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ ഇതിനകത്തൊരു കാര്യം എപ്പോഴും ഞാൻ ആലോചിക്കാറ്, ജെൻഡർ ഈക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ലൈഫ് ഈസ്, ജീവിതം ജീവിക്കാനുള്ളതാണ്. ആ ജീവിതത്തിന്റെ പ്രൈം ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്, അകാലത്തിൽ വിധവകളായി പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ജീവിക്കണ്ടേ? അവരെ പിന്നെ ഈ പണ്ട് എന്തോ പറഞ്ഞതുപോലെ അവർ ബാക്കിയുള്ളവരെ എല്ലാം നോക്കി അവരെന്ത് പറയുന്നു, മറ്റവരെന്ത് പറയുന്നു, ഇവരെന്നെ കുറിച്ച് എന്ത് പറയുന്നു, അങ്ങനെയൊക്കെ ചെവി കൊടുക്കാൻ പോയിട്ടുള്ളവരാരും ജീവിച്ചിട്ടില്ല. ജീവിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ചിലപ്പോൾ അങ്ങനെ മനോഹരമായും സന്തോഷമായി ജീവിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മേൽവിലാസം, ഒരു ടാഗ് ലൈൻ ആവശ്യമായിട്ട് വരും. അഹങ്കാരി, പിന്നെ അല്ലെങ്കിൽ താൻ തോന്നി, അല്ലെങ്കിൽ തന്നിഷ്ടക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി, നിഷേധി എന്നൊക്കെ പറയുന്ന ഒരു പേരൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. ഒരലങ്കാരമായി നമ്മൾ ഈ പല പരിപാടിക്കും ചെല്ലുമ്പോൾ ആദരവുണ്ട്, ഒരു ആദരവ് പോലെ പൊന്നാട തരുന്ന പോലെ എടുത്തിട്ട് നമ്മളെന്ത് വേണം? നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ വളരെ ഗൗരവമാംവിധം നിലപാടുകൾ കൊണ്ട് ശരിവെച്ച്, നാളെ വേറൊരു കാര്യമുണ്ട്. ഈ അവസാനം ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്, ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ജീവിതകാലം അവസാനം എൻ്റെ ഒരു സമയം വന്നപ്പോൾ ഇവരാരുമില്ല. പ്രത്യേകിച്ച് ഈ തലമുറയിൽ അതും കരുതണം എന്ന് പറഞ്ഞാൽ, അടുത്ത തലമുറയിൽ നിങ്ങൾ ഈ നോക്കുന്നവരെല്ലാവരും ഈ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വഴക്കിടാൻ പോലും നിങ്ങളുടെ കൂടെ കാണത്തില്ല, വേറെ രാജ്യത്തങ്ങ് പോകും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ നോക്കാത്ത ഈ മക്കളെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ ഒക്കെ വീടുകളിൽ നിന്ന് വഴക്കിടാനെങ്കിലും ഉണ്ടാവും എന്ന് പറയാം. ഇത് അങ്ങനെ പോലും ഇല്ല. അങ്ങ് കാനഡയിലോ അമേരിക്കയിലോ UK-യിലേക്കോ അയർലൻഡിലേക്കോ ഒക്കെ പോവുക. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതവും കളഞ്ഞ് ഇതെല്ലാം കളഞ്ഞ്, അങ്ങനൊന്നുമല്ല.
എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് കൊടുത്തിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അതായത് മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടോ അങ്ങ് ആണ്ടുപൂണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരു സൂചന കൂടി ഇങ്ങനെ ഒരു പറച്ചിലില്ലേ എന്നൊരു തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു ജീവിതമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണ്? നമുക്ക് സന്തോഷങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നും പ്രാവർത്തികമാക്കിയില്ലെങ്കിലും കഴിയുന്നതൊക്കെ പ്രാവർത്തികമാക്കണം എന്നൊരു സൂചന. വായിക്കാൻ സമയം കണ്ടെത്തണം, അതെ, സംഗീതം കേൾക്കാൻ സമയം കണ്ടെത്തണം ഇഷ്ടമാണെങ്കിൽ, യോഗ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ യോഗ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം, സോഷ്യൽ ലിവിങ് ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ പോകണമെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തണം. ഹലോ, ഈ 40 വയസ്സ് മുതലാണ് തുടങ്ങുന്നത്. പിന്നെ ഈ അവസാനത്തിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അവനവന് സത്യത്തിൽ അവനവന്റെ ഒരു മനുഷ്യനെ അവന്റെ ശരീരത്തെ സ്നേഹിക്കുക. ഈ സ്നേഹിച്ച് തുടങ്ങുന്നത് സാറ് പറഞ്ഞത് 40 വയസ്സാണ്. അതുകൊണ്ട് മക്കള് സംരക്ഷിക്കുക. ഇത് ആരും സംരക്ഷിക്കുക, നമ്മൾ തിരിഞ്ഞു നോക്കുക വേണ്ട, നമ്മളങ്ങനെ ജീവിക്കുക. എന്നിട്ട് പിന്നെ അവിടെ ഇതെന്താ വിളിക്കുമ്പോൾ പോവുക. ഇതാണ് അതിന്റെ. അല്ല, അതിലൊരു ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ഒന്നിനോടൊരു ബാധ്യതയില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല പുള്ളിയും പറഞ്ഞത്. നമ്മൾ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ സാറിന് പറയത്തില്ലേ, ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ ഇതേ ഫ്ലോറിൽ പറയുന്ന പോലെ ഈ പരുവം എന്ന് പറയത്തില്ലേ. ഉദാഹരണത്തിന് പറഞ്ഞപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു, നീറ്റ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുക, MBBS എടുക്കാൻ വേണ്ടി പരിശീലിക്കുക. ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ? അവളെ ഏറ്റവും നല്ല ബെസ്റ്റ് കോച്ചിങ് സ്ഥലത്ത് കൊണ്ടാക്കണം, അവൾക്ക് ബെസ്റ്റ് ട്യൂഷൻ നൽകണം, അവൾക്ക് നല്ല അധ്യാപകരെ നൽകണം, ഇത്തരം കാര്യങ്ങളെല്ലാം അവൾക്ക് നൽകണം. അവൾക്ക് നിർബന്ധമായിട്ട് ഇത് പഠിക്കാൻ താല്പര്യമില്ല, അവൾക്ക് ഇഷ്ടവും ഇല്ല, അവൾ എഴുതി ഉഴപ്പിക്കളഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഉരുകി 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 നിങ്ങളുടെ ജീവിതം കളയുന്ന എന്തിനാ? ആവശ്യമില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ഞാൻ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഫിൽ ചെയ്യണം. അവരോട് നമുക്ക് പറയണം, അവരോട് നമുക്ക് പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്തെങ്കിലേ നിനക്ക് ജീവിക്കാൻ കഴിയും. ഇതാണ് നിന്റെ ട്രാക്ക്. ഈ ട്രാക്കിലൂടെയാണ് നിന്റെ അമ്മയും അച്ഛനും ജീവിച്ചത്, ഈ ട്രാക്കിലൂടെ നീ പോകാവൂ എന്ന് പറയണം. പക്ഷേ അവരത് പോകുന്നില്ല എന്നുള്ളത് കൊണ്ടും അവരത് അനുസരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും അവർക്കത് വേണ്ട എന്നുള്ളത് കൊണ്ടും അവരുടെ താന്തോന്നിത്തം നമുക്ക് ഒരു മാനസികമായ ബാധ്യതയും ഭാരവുമാക്കി ജീവിതം മുഴുവൻ ഉരുകി തീർക്കേണ്ട കാര്യമില്ല. നമ്പർ 1. നമ്പർ 2, ഒരു പെൺകുട്ടിയെ വളർത്തി, എല്ലാ അർത്ഥത്തിലും വളർത്തി, നന്മ ആഗ്രഹിച്ചു, നല്ലതുപോലെ പഠിപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. അവൾ കുടുംബത്തെ നോക്കാതെ, സമൂഹത്തെ നോക്കാതെ, വിശ്വാസത്തെ നോക്കാതെ ഏതെങ്കിലും ഒരുത്തനോടൊപ്പം അവരെ അവഗണിച്ച് അവരെ കൊണ്ട് കല്യാണം വിളിപ്പിച്ചിട്ട് അവൾ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അവളെ ഓർത്ത് നിങ്ങളെന്തിനാ ഖേദിക്കുന്നത്? അവൾക്ക് മനസ്സിന്റെ എവിടെങ്കിലും 1% ഇഷ്ടം ഈ പ്രസവിച്ച അച്ഛനോടോ അല്ലെ അമ്മയോടോ അതിന് കാരണമായ അച്ഛനോടോ ഈ കുടുംബത്തോടോ സഹോദരങ്ങളോടോ ഉണ്ടെങ്കിൽ അവള് പോവില്ലല്ലോ. പിന്നെ അതോർത്ത് ഞങ്ങൾ വിഷമിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയാൻ വന്നില്ല. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല. മൂന്നാമത്തെ പോയിന്റ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചിലര് ഒന്നും നോക്കാതെ, ഇപ്പം രോഗത്തിന്റെ പേരിലോ ബുദ്ധിമുട്ടിന്റെ പേരിലോ മാനസിക പ്രശ്നങ്ങളുടെ പേരിലോ അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഈ ആത്മഹത്യ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ യാതൊരു നന്ദിയുള്ളവരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പറയുമ്പോൾ ചിന്തിക്കുന്നതിനൊക്കെ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തോട്, നമ്മളോട് നമ്മൾ കാണിച്ച സ്നേഹത്തോട്, നമ്മൾ കാണിച്ച ഇഷ്ടത്തോട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് ഒന്നിനോടൊരുതല്ല നമുക്ക് വിഷമം തോന്നും. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങനെ സംബന്ധിച്ചത്. പക്ഷേ അതിന്റെ പേരിൽ പിന്നെ ജീവിതം മുഴുവൻ എരിഞ്ഞു തീരുന്ന ചില മനുഷ്യരുണ്ട്. ഞാൻ അതൊക്കെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, നമ്മുടെ കടമകൾ നിർവഹിക്കണം, നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കണം, നമ്മൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് ഗുണകരമല്ലാത്തതിന് ഒരിക്കലും നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്യരുത്. ഇപ്പം ചില പറയത്തില്ലേ, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്തു. അതിൽ ഒരു കുറ്റബോധവും തോന്നരുത്. അവന് വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചത് അവന്റെ നല്ല ഭാവിയെ കരുതിയ, അതിന് പ്രായമായില്ല, മെച്ചുറായില്ല, അവന് അപകടം സംഭവിക്കുന്ന വെച്ചാൽ അതിനപ്പുറത്തേക്ക് അവൻ ചിന്തിച്ച് അങ്ങോട്ട് പോയെങ്കിൽ അങ്ങോട്ട് പോട്ടെന്ന് നോക്കണം. ചിലർ കമ്പ്യൂട്ടർ വാങ്ങിച്ച് പൂട്ടി വെച്ചേന്, അല്ലെങ്കിൽ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞേന് എന്നൊക്കെ പറയുന്ന സംഗതികളെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ പേരിൽ പിന്നെ ജീവിതം മുഴുവൻ എരിഞ്ഞടങ്ങി, അല്ലെങ്കിൽ വിധവയായി പോയതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ സ്വയം അങ്ങ് നരച്ച് നാറി പുഴുത്ത് പിന്നെ എന്താ പഴകിയ വസ്ത്രം ധരിച്ച് എല്ലായിടും ഒന്ന് ചുരുണ്ട് നിന്ന് കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ചൂളി നിന്ന് അങ്ങനെയൊന്നും പാടില്ല. നമ്മളെ എങ്ങനെയാണോ ഒരു നോർമൽ ലിവിങ് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ പ്രസൻറ്റ് ചെയ്യാനുള്ള
അതേ ഫീലോടുകൂടി നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടണം. അല്ല, അവിടെ വരുമ്പോൾ 40-ലേക്ക് എത്തുമ്പോൾ നമ്മൾ ബാധ്യതകളുടെ വലിയൊരു ഭാരിച്ച ചുമതലകൾ നമ്മുടെ തോളിലേക്ക് എടുത്തു വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അല്ല, ആ 40കളിലേക്ക് വരുമ്പോഴത്തേക്ക് ബാധ്യതകളുടെ ചുമലുകൾ നമ്മളെടുത്ത് തോളിലേക്ക് വെക്കുന്നത് കൊണ്ട് ഈ ബാധ്യതകൾ മുഴുവൻ പിന്നെ തീർത്തിട്ട് നമുക്ക് ജീവിക്കാമെന്ന് കരുതിയാണ് കാത്തിരിക്കുന്നതെങ്കിലോ? അല്ല, അത് നടക്കില്ല. പിന്നെ നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ്, ഇതെല്ലാം കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകത്തില്ലേ, ബാഗും കൊണ്ടുപോകണം, പിന്നെ പെട്ടിയും ഉണ്ട്, ലഗേജും ഉണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ച് ആ പെട്ടിക്കകത്ത് കയറി ഇരിക്കാനല്ല നമ്മൾ ടൂറിന് പോകുന്നത്. പെട്ടി നമ്മുടെ കൂടെ ഉള്ളതാ. അല്ല, ഇതില് 40കൾ വരുമ്പോൾ ഏകദേശം എല്ലാം കുടുംബം, കുട്ടികളെല്ലാം വളരെ ഒരു പരിമിതമായ സാഹചര്യത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, കുടുംബത്തിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്വാതന്ത്ര്യം അല്ല, ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നിസ്സഹായത, കീഴ്പ്പെടൽ, കഠിനാധ്വാനം, ബാധ്യത, പാരാദൂരം, പാരാധീനം, ഇത്രയേ ഉള്ളൊരു ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങൾ ഒന്നിനും മോചിതമാവുന്നില്ല. പക്ഷെ നിങ്ങൾ 40കളിൽ ഉണ്ടാക്കുന്ന ഒരു ഗുണം എന്തെന്നറിയോ? നിങ്ങൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു ലേണിംഗ് കിട്ടുന്നത് നിങ്ങൾക്ക് 40കളിലാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ PG കഴിഞ്ഞിട്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ഒരു PG എടുത്ത് ജീവിതത്തിന്റെ ഇത് ഓരോന്നും എവിടെ നിൽക്കും, എവിടം വരെ പോവും, കത്തിയാൽ എവിടം വരെ കത്തും, നാത്തും പൊട്ടിച്ചാൽ എവിടം വരെ പൊട്ടും, അമ്മായിയമ്മ പൊട്ടിച്ചാൽ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ തയ്യാറാക്കി. അവിടെ നമ്മളൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടായി കഴിയുന്ന ഒരു സംഗതിയാണ്. ആ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം? ആ സ്വാഭാവികമായ പ്രതിരോധം നമ്മുടെ ജീവിതത്തെ ഡിഫെൻഡ് ചെയ്യാനും ജീവിതത്തെ സന്തോഷകരമാക്കാനും വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു മിനിമം രസതന്ത്രം. 40 വരെ ആയിട്ടില്ല ഇവിടെ പലർക്കും. അതുകൊണ്ടല്ല അവരിങ്ങനെ ഈ 40കളിൽ എത്തി നിൽക്കുന്നതിന്റെ ഒരു സംഗതി. അല്ല, അവിടെ എത്തുമ്പോൾ 1-2 കാര്യങ്ങളോട് വിശദമായിട്ട് പറയും. അതായത് 40ൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അവർക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഭക്ഷണം കഴിക്കണം, അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കണം, ഒന്നിനും വലിയ കീഴ്പ്പെട്ട് കിടക്കണ്ട, ബന്ധങ്ങളും ബന്ധനങ്ങളും അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കണമെന്നാണോ സൂചിപ്പിച്ചത്? അതിനെയൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട, നമുക്കിരുന്ന് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമല്ല. നിങ്ങൾ ചില ആളുകളെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നൂല്ലേ, ഇതെന്താ ഇത്, ഇവര് ജീവിക്കുന്നു, ഇവരെന്താ പറഞ്ഞോണ്ടിരിക്കുക, എന്താ ഇത്? പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ മാറിപ്പോയി തുടങ്ങും. അവരെ കാണുമ്പം അങ്ങ് മാറും, നമ്മൾ വേറൊരു വശത്തേക്ക് മാറും. അതിലെ ലിവിങ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ആത്മീയത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. പിന്നെ വേറെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യഥേഷ്ടം യാത്ര ചെയ്യണം. വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നന്നായി വായിക്കണം. സംഗീതം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സംഗീതം കേൾക്കണം. ആരുടെയെങ്കിലും നേരിട്ടുള്ള ഗാനമേളകളോ പ്രോഗ്രാമുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ പോകണം. നാടകം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാടകത്തിന് പോയി കാണണം. സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഫിലിമിന് പോയി ആ ഫിലിം കാണണം. ഇങ്ങനെ പറയുന്ന സംഗതികളുണ്ടല്ലോ. നമ്മുടെ ഇഷ്ടങ്ങളുടെ ഒരു നമുക്ക് ആത്മസംതൃപ്തി കിട്ടുന്നത് എന്താണോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെയും കൂടെ ഒക്കെ. പക്ഷെ അത് തന്നിഷ്ടമായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ലേ? എങ്ങനെ ഒരു തന്റെ ഇടത്തോടു കൂടി തന്നിഷ്ടമായി വ്യാഖ്യാനിക്കുന്നതിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ ജീവിക്കണ്ടേ എന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതം. അങ്ങനെ പറയുമ്പോൾ ആൾ ഒരുതരം ചാപ്പ കുത്തപ്പെടുകയാണ്. എന്താ ചാപ്പ? അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അഹങ്കാരം. അതങ്ങനെ ആ ചാപ്പ നിങ്ങൾ കുത്താൻ നടക്കാനല്ലേ ഒക്കുള്ളൂ. എന്റെ ചിന്തയിലോ എന്റെ ബോധ്യത്തിലോ അത് പതിയടങ്ങുമെങ്കിൽ ഞാൻ അനുവദിക്കണം. അല്ല, അവിടെയും ഒരു പ്രശ്നം കിടക്കാണ്. ഇപ്പൊ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ പുരുഷനെ സംബന്ധിച്ച് അവിടെ ഒരു സ്വാതന്ത്ര്യം വളരെ അധികം ഉണ്ട്. അത് നേരത്തെ അല്ലേട്ടൻ പറഞ്ഞാണ്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഇങ്ങനൊരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഹസ്ബൻഡ്, അച്ഛൻ, അമ്മായി അച്ഛൻ, അമ്മായിയമ്മ, സ്വന്തം അമ്മ, മക്കൾ, ഇവരെല്ലാം അവൾക്ക് ഒരു തടസ്സമായിരിക്കും അവളുടെ സ്വാതന്ത്ര്യത്തിന്. അങ്ങനെ ഇറങ്ങി തിരിച്ച് അമ്മയുടെ അമ്മ പോകുന്നുണ്ടോ? ഭാര്യയെ എത്ര പേര് അങ്ങനെ സ്വതന്ത്രമായിട്ട് തുറന്നു വിടും? ഭാര്യയെ ഒരു ഭാര്യ ഇപ്പൊ ഇങ്ങനെ ഒരു ഫീമെയിൽ ടൂർ, അവരുടെ ലേഡീസിന്റെ എല്ലാവരും ടൂർ പാക്കേജ് പോകുന്നു, ഭർത്താവ് വിടുവോ 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക്? രഘുനന്ദൻ ഈ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ ശരിയും ബോധ്യങ്ങളും സത്യമാണെങ്കിൽ, സ്ട്രെയിറ്റ് ആണെങ്കിൽ, തിങ്സ് വിൽ കം ഇൻ അവർ ഓൺ വേ. നമ്മുടെ മാർഗത്തിലേക്ക് വരും. ഒരു തർക്കവും ഇല്ല അവിടെ. ഇപ്പം ഞാൻ പറയുന്നത്
ഇപ്പം നമ്മുടെ ഒരു സംഗതി ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ചില ഭാര്യമാരെ അവരെ വീട്ടിലേക്ക് വിടാത്ത ഭർത്താക്കന്മാരുണ്ട്, ഉണ്ടാവും. എന്നാൽ ചില ഭർത്താക്കന്മാർ ഒരു കാരണവശാലും അവരുടെ വീട്ടിലേക്കോ പെങ്ങന്മാരുടെ അടുത്തോ വിടാൻ അനുവദിക്കാത്ത ഭാര്യമാരും ഉണ്ട്. അതെല്ലാം എക്സെപ്ഷൻസ് ആണ്. അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിലും അവസരങ്ങൾ ഉണ്ടായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ബാക്കിയുള്ള സംഗതികൾ ഉണ്ടായിട്ടും ഞാനിതിലിങ്ങനെ കെട്ടുപിണഞ്ഞേ കിടക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ച് അതിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിലൊരു സന്തോഷം കണ്ടെത്തി അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അല്ല, അത്രയോ പേരുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാത്ത കുറച്ച് സ്വാതന്ത്ര്യവും കൂടി ഉണ്ടെന്നേ, അവർക്ക് അനുവദിച്ച് കിട്ടാത്ത കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ, ഞാൻ ഇത് കാര്യമൊക്കെ പറയുന്നു, ഭയങ്കര ഫിലോസഫി ഒക്കെ പറയുന്നു, വലിയ ന്യായവാദങ്ങൾ പറയുന്നു, സോഷ്യലിസം പറയുന്നു, ഒക്കെ പറയുന്നു. പക്ഷെ എൻ്റെ ഭാര്യയെ ഞാൻ അങ്ങനെ 5 ദിവസത്തേക്ക് ടൂർ വിടാൻ അതൊന്നും പോകണ്ട എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വന്നുള്ള ഈ സ്വാതന്ത്ര്യം. അല്ല, ഞാൻ പറയുന്നത് എന്ന് പറയുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് പോകാനുള്ള സാഹചര്യവും അതിനനുസരിച്ചുള്ള ചുറ്റുപാടുകളും അവർക്ക് ലഭ്യമാണെങ്കിൽ അവർക്ക് ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അവരുടെ സന്തോഷം അതിനനുസരിച്ച് കണ്ടെത്തണം. ഇപ്പൊ 5 ദിവസം ടൂറിന് പോയേ പറ്റൂ, അല്ലെങ്കിൽ 5 ദിവസത്തെ ടൂറിന് പോകുന്നതാണ് 40കളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്നുള്ളതല്ല. 10 മിനിറ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നതും അത് നല്ല കാര്യം, അത് നല്ലതാണ്. പക്ഷെ അവിടെയാണ് അനുവദിക്കപ്പെടാത്ത ഈ സ്വാതന്ത്ര്യത്തെ ഇങ്ങനൊരു പെർമിഷൻ കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഹലോ, നമസ്കാരം. നമസ്കാരം. 40 കഴിഞ്ഞവരാരും ഇല്ലയോ? 40 കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇനിയിപ്പൊ 35 കഴിഞ്ഞ അമ്മക്കൊക്കെ മിണ്ടാം. ആരുടെയും അനക്കം കാണുന്നില്ല. എവിടെ പിടിച്ചു കയറണമെന്നുള്ളത്. അത് തന്നെ. പിന്നെ നിങ്ങൾ 40 കഴിഞ്ഞാണ് റജിലാല് ജീവിക്കാൻ തുടങ്ങിയത്? 40 കഴിഞ്ഞാണ് വിവാഹം കഴിച്ചത്. പിന്നെന്താ, പുള്ളി അവിടെ തന്നെ പെട്ടു. അതാണ് 40 പിടിക്കപ്പെട്ട ആളാ. 40 നമ്മള് തളയ്ക്കപ്പെടുമായിരുന്നു, നമ്മള് സ്വതന്ത്രനാക്കപ്പെടുകയായിരുന്നില്ല. അതെ അതെ. എന്നിട്ട് അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഹാപ്പി ലൈഫ് ആയിരുന്നു? അതിനു മുമ്പ് നല്ല അടിപൊളിയായിട്ട് ജോളിയായിട്ടൊക്കെ നടന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന അതിന്റെ ഒരു പീരീഡ് കഴിഞ്ഞു, ആ കോട്ട കഴിഞ്ഞു. 40 മുതലാണ് നിങ്ങള് തീർച്ചയായിട്ടും കഴിഞ്ഞു. നേരത്തെ അത് ഉപയോഗിച്ച് തീർത്തു. നമ്മള് ഈ ഡാറ്റ നേരത്തെ കുറച്ച് കൂടുതൽ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഡാറ്റ ഇല്ലാതായി പോയില്ല, അതുപോലെ ആയി പോയില്ല. അതുപോലെ ആയി കിടക്കുക. അപ്പൊ സന്തോഷം. പറഞ്ഞോ, എന്താ പറഞ്ഞേ? അല്ല, ഇനി ജീവിതത്തിന്റെ ഭാഗങ്ങളാ ഈ പറഞ്ഞ. ഇനി നിങ്ങൾക്ക് പറയുന്നത് കുറച്ചൊരു ഫ്രീഡം കിട്ടുന്നത് ഒരു 60ലേക്ക് എത്തുമ്പോഴാണെന്ന് തോന്നുന്നു. ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു ഫ്രീഡം. അതെ 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 അതെ. തോന്നുന്നില്ല, 60-ലെത്താറായി. എന്നിട്ട് കിട്ടില്ല. ഇല്ലില്ല. പാട് തന്നെ കേട്ടോ, കഷ്ടപ്പാടന്നെ കേട്ടോ. സത്യം, ചിലപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളത് നിസ്സാരമായിട്ട് അദ്ദേഹത്തോട് നമുക്ക് ഇന്റിമസി ഉണ്ടായിട്ട് ചിരിച്ചോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും സാഹചര്യം ഉണ്ട്. ചിലരുടെ ജീവിതം അവർ തുടങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു 40-ലോ 35-ലോ 38-ലോ ഒക്കെ ആയിരിക്കാം. പിന്നീട് അങ്ങോട്ട് ദുരിതങ്ങളായിരിക്കും. ഹലോ, നമസ്കാരം മോനെ. നമസ്കാരം, പറയൂ. സാറിനും മോനുമാരും കൊച്ചുമക്കളും ഒന്നും ആയില്ല, അത് വരുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. എന്തുവാ ഇതിപ്പം സാറ് പഴയ ഓർമ്മയിലോട്ടൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി കൊതിപ്പിച്ച് ഞങ്ങളുടെ ജീവിതകാലത്ത് ഇരിക്കുന്നവരിത് കേൾക്കുമ്പോ ഞങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയാണോ? അല്ല, അമ്മ 40 കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. അമ്മ ആവശ്യത്തിന് ടൂറും പോയിട്ടുണ്ടല്ലോ. ഒരു കാര്യമുണ്ട്, ഞാൻ ടൂറൊന്നും പോയിട്ടില്ല, എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അല്ല, സമയം കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞു. അല്ല, സമ്മതിച്ചിട്ടില്ലെന്നല്ല അമ്മ പറഞ്ഞു, സമയം കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞു. എനിക്ക് സമയം കിട്ടിയിട്ടില്ല സാറേ, സത്യമാ. എന്താ പറയാ, എന്റെ അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു. ഇന്ന് സാറ് പറഞ്ഞപ്പം ഇത് ഞാൻ ഇരുന്നുകൊണ്ട് ദുഃഖിക്കുന്നുണ്ട്. സാറിനൊക്കെ ഒരു കൊച്ചുമക്കളും ആയില്ല, ആകുന്ന ഒരു സാഹചര്യത്തിൽ മക്കളെ എങ്ങനെ വളർത്തി, പക്ഷെ അതൊന്നും അല്ല കൊച്ചുമക്കളെ. അല്ല, പുള്ളി അതിന് ഇപ്പോഴേ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ആകുമ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കാന്നുള്ള തീരുമാനത്തില. ഇപ്പോഴേ കഴിഞ്ഞില്ലായിരുന്നു, എവിടെയോ കറക്കുമായിരുന്നു. 40 കഴിഞ്ഞാലായിട്ട് അയവറകിച്ച് ഇങ്ങനെ പരിചയിപ്പിക്കുക ജീവിതം എല്ലാവരും. അല്ലമ്മ, ഇനിയിപ്പോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതങ്ങ് പോട്ടെ. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അല്ല, അമ്മ ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും പോണം. അതിപ്പോ എന്തോ ഞാൻ അസുഖത്തിന് അടുത്തയായി. അതെ അതെ അതെ, പ്രശ്നം ഭയങ്കര. അത് ഈ പറഞ്ഞത് ഒരു പോയിന്റാ. കാര്യം ഒരു സമയത്ത് അതൊന്നും നടന്നില്ല. ഇനിയിപ്പോ നടക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് പ്രായവുമായി അസുഖവുമായി ഇനി ഒന്നും നടക്കാത്ത അവസ്ഥ. അത് പക്ഷെ അവിടെയാണ് അല്ലേട്ടൻ പറഞ്ഞ ഈ കാര്യത്തിന്റെ ഒരു പ്രസക്തി.
ആ സമയത്ത് നമ്മൾ ഇരുന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഉള്ള ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ കഴിയുമെങ്കിൽ, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കഴിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം എന്നാണ്. ഞാനിപ്പം ഞാൻ പലപ്പോഴും നമ്മൾ തട്ടുകടകളിലൊക്കെ പെൺകുട്ടികൾ പ്രസന്റ് എന്ന് പറയത്തില്ല. പ്രസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വർത്തമാനം എന്നാണ് നമ്മൾ സാറിന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മീനിങ് ആ വേർഡിനുള്ളത് സമ്മാനം എന്നാണ്. പ്രസന്റ്, നമ്മള് പ്രസന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് പ്രസന്റേഷൻ. അപ്പൊ ഈ ഓരോ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യകരവും ഉള്ള നിമിഷവും ഒരു സമ്മാനമാണ്. അതായത് പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് പരിമിതികളുണ്ടെന്നേ. അല്ല, നിങ്ങളെ എപ്പോഴും ഈ പരിമിതിയിൽ ചുറ്റിക്കറങ്ങി നിൽക്കുന്നവർക്ക് പരിമിതികളുണ്ട്. ഞാൻ പറഞ്ഞത് ആ പരിമിതികൾക്കപ്പുറത്ത് സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന, അവരവർക്ക് ജീവിക്കാൻ പറ്റുന്ന നിമിഷങ്ങളെ അതിന്റെ ഇഷ്ടത്തോടെ വിനിയോഗിക്കണം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ ടൂറിന് പോകണമെന്നോ നിങ്ങൾ പിന്നെ എവിടെങ്കിലും പോകണമെന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കാൻ വിവേകപൂർണവും ബുദ്ധിപൂർവവുമായി സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവസാനത്തെ പ്രായം 40കളാണ്. അതെ, ആ സമയത്ത് സമയം കണ്ടെത്തണം എന്നുള്ള സത്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്ന സമയങ്ങളിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് ഇപ്പൊ പല വീടുകളിലും എങ്ങനെയാ, മോള് ജോലിക്കാരിയാ, ഈ മോളെ വളർത്തി അച്ഛനും അമ്മയൊക്കെ നല്ല നിലയിലാക്കി. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ മോള് ജോലിക്കാരിയാകുമ്പോ മോള് പോകുമ്പോ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ട് പോകും. അത് മോള് തീരുമാനിക്കണം എന്ത് വേണം. അങ്ങനെ കൊടുത്തിട്ട് പോകുമ്പോ വേണമെങ്കിൽ കാര്യം ചെയ്യണം, പറ്റുന്ന ഒരു ആയയും കൂടെ ഈ കുഞ്ഞിനെ നോക്കാൻ വെച്ചു കൊടുക്കണം. ബിക്കോസ് അവർ രണ്ടുപേരും ഏൺ ചെയ്യുന്നു. ആ ഏൺ ചെയ്യുന്നതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഇവരെ സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കണം. പിന്നെയും വയസ്സെന്ന കാലത്ത് ഇവരെ നോക്കി, ഈ കൊച്ചുമക്കളെ നോക്കിക്കൊണ്ട് ഇവർ ഇവിടെ ഇരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി വരരുത്. അപ്പൊ പറയും അങ്ങനെയല്ല, ഇവർക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, സന്തോഷകരമായ കുറച്ചു നാൾ അവരോട് ആയിക്കോട്ടെ. ആഴ്ച 4 ദിവസവും 3 ദിവസവും അവരോട് നിൽക്കട്ടെ. ബാക്കി 3 ദിവസം അവരെ സ്വതന്ത്രമായിട്ട് വിടണം. ഈ മക്കള് പറയണം അമ്മയും അച്ഛനോടൊന്ന് പോകും, ഇന്ന ക്ഷേത്രത്തിലൊന്ന് പോകും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊന്ന് പോകും, ഞങ്ങള് കാശ് ഇട്ട് തരാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീടായിരുന്നു നോക്കുന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഗുഡ് മോർണിംഗ്. നമുക്ക് കിട്ടുന്ന സമയം എൻജോയ് ചെയ്യണം. പിന്നത്തേക്കിന് മാറ്റി വെക്കരുത്. പിന്നത്തേക്ക് നമുക്ക് ബാധ്യതകളും അസുഖങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കഴിയുന്നത് 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ കൂടി വരുന്നു. കൂടുവാണോ? അതെ, നമ്മുടെ മക്കളെ കാര്യങ്ങള്, പിന്നെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം കഴിച്ച് വിട്ട് അവരുടെ വീട്ടിലെന്തുവാകും, അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട്. നമ്മളെന്തിനാണ് അങ്ങനെ ആശങ്കപ്പെടുന്നതെന്ന് നമ്മൾ ഒരിക്കലും ആശങ്കപ്പെട്ടില്ല. ഒരു വളരുന്ന കാലം വരെ ആശങ്കപ്പെട്ടു, അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതും വരെ ആശങ്കപ്പെട്ടു. പിന്നെന്തിനാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്? അതെ, അതിനു മുമ്പേ നമുക്ക് കിട്ടുന്നത് സമയങ്ങള് കൂടുതലും നമ്മൾ എൻജോയ് ചെയ്യാൻ. 40 കുറച്ചുകൂടെ താഴ്ത്തണം എന്നാണ് പറയുന്നത്. ഒരു 30 മുതൽ തുടങ്ങിയാലും കുഴപ്പമില്ലെന്നുള്ളതാണ് അല്ലേ? നമുക്കൊക്കെ 40 വയസ്സ് കൂടിയപ്പോ ഇപ്പൊ 40 വയസ്സൊക്കെ ചെറുപ്പോ. ഒന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ പണ്ട് 50 വയസ്സായ ആളുകളെ കാണുമ്പോൾ വയസ്സെന്ന് പറയുന്ന വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ 50 വയസ്സ് കഴിഞ്ഞ രഘുനന്ദനെ കാണുമ്പോൾ ചുള്ളനായിട്ടാ ഞാൻ കാണുന്നത്. 60 കഴിഞ്ഞ അല്ലേട്ടനെ കാണുമ്പോൾ ഞാനും ചെറുപ്പക്കാരനായിട്ട് പറയാനൊന്നും പ്രായത്തിനനുസരിച്ച് അങ്ങനെയും മാറ്റാണ്. അല്ല, ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞതിനകത്തൊരു കാര്യമാണ്, നമ്മൾ വല്ലാണ്ട് നമ്മൾ ആകുലപ്പെടുകയാണ്. ഈ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ വളർത്താനും കുടുംബത്തെ നന്നാക്കാനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു, ആകുലപ്പെട്ടിരുന്നു, ചിന്തിച്ചിരുന്നു, അതിനുവേണ്ടി അധ്വാനിച്ചു. വീണ്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബാധ്യതകൾ എത്തുമ്പോൾ, അതായത് കുട്ടികൾ ജനിച്ചു, അവരുടെ പഠിത്തങ്ങൾ, അവർക്ക് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉള്ള കഴിവുള്ളപ്പോഴും നമ്മൾ അവരെ കുറിച്ച് എന്തിനാണ് ആദ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, അവരോടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ വല്ലാതെ ഇങ്ങനെയല്ല മെഴുകുതിരി പോലെ എരിഞ്ഞ് നിങ്ങളങ്ങ് തീരാതെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൂടി ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലും ഒരു പ്രകാശം നിറച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ കണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ സർക്കാർ സർവീസ് നോക്കിയാൽ കുറെ ആളുകളുണ്ട് റിട്ടയർ ആയതിനു ശേഷം എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നു. എന്നിട്ട് ഈ ലീവുകൾ മുഴുവൻ വിൽക്കും. ഈ വിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ വിൽക്കാൻ പറ്റത്തില്ല, ചില സ്ഥലത്തൊക്കെ വിൽക്കാം. പിന്നെ നല്ലൊരു പാൻറ് ഉടുപ്പും, ഇവിടെ അവനവൻ ഇഷ്ടപ്പെട്ട ഒരു പാൻറ് ഉടുപ്പും വാങ്ങിച്ചിടണം. ഈ 100 രൂപയുടെ ഉടുപ്പ് കിട്ടുമെന്നും പറഞ്ഞ് എന്തിനാ അങ്ങ് എരുമേലി വരെ പോയി 100 രൂപയുടെ 10 എണ്ണം വാങ്ങിച്ചോണ്ട് വരുന്നത്? 5000 രൂപയുടെ ഒരെണ്ണം വാങ്ങിച്ചങ്ങിടണം. അവസാനം ഇട്ടുകൊണ്ട് ഈ മണ്ണി വെക്കാൻ പോകുന്ന ഉടുപ്പ് 2750 3000 രൂപയുടെ തുണിയാ, വെള്ള തുണി. ആരെങ്കിലും പറയുന്നത് എന്തിനാടാ ഈ അബദ്ധം കാണിക്കുന്നത്?
അതിനകത്ത് ഈ മണ്ണിനകത്തിട്ട് കുഴയ്ക്കാൻ പോകുമ്പോൾ പുതിയത് ഇട്ടുകൊണ്ട് എന്തിനാ പോകുന്നത് എന്നാരെങ്കിലും ചോദിക്കുന്നു? ഇല്ല. എല്ലാവരും ഇട്ടുകൊണ്ട് പോകാനാ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും അതുപോലെ നല്ലതൊക്കെ ഇടണം. കൈ കാശുണ്ടെങ്കിൽ നല്ല ബ്രാൻഡുള്ള ഉടുപ്പും പാന്റും ഷർട്ടും കണ്ണാടിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല ആ പണം മീനൊക്കെ ആ പണം നമ്മളെ എൻജോയ് ചെയ്യണം. എല്ലാരും പറയുന്നില്ലേ മുഖത്തിന്റെ തിളക്കം കൂടുന്നില്ല, കണ്ണിന് ചുറ്റും കറുപ്പ് മറ്റേനൊക്കെ വേണ്ടി ഒരുപാട് ക്രീം വാങ്ങിച്ചിരുന്നു. സത്യത്തില് ആ ക്രീമിനെയൊക്കെക്കാൾ പ്രധാനം ആ കയ്യിലിരിക്കുന്ന കാശ് ഈ ദുഷിച്ച ചിന്തകളൊക്കെ മാറ്റി ഈ ദുൽബുദ്ധനും ലുബ്ധനും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ് ഈ ലുബ്ധനാവുക എന്ന് പറയുന്നത്. വലിയ കൊടും ക്രൂരതയാണ്. അതായത് പണ്ട് ഈ ഒരു ലുബ്ധന്റെ അടുത്ത് വേറൊരാള് ഈ ലുബ്ധ പഠിക്കാൻ വന്നിട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇത് കാശ് കുറച്ച് ചെലവാക്കി ജീവിക്കണമെന്ന് പഠിക്കാൻ വന്നതാ. ആശാന്റെ അടുത്ത് ശിഷ്യൻ വന്നു കഴിഞ്ഞപ്പോ ഈ ആശാൻ പറഞ്ഞു, നമ്മളെന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വെട്ടം എന്തിനാ, ലൈറ്റം കണക്കാം, അതൊരാവശ്യമില്ലാത്ത ചെലവാന്ന് പറഞ്ഞു. ലൈറ്റം അണച്ചിട്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞ് ആശാൻ സംസാരം തീർന്നപ്പോ ലൈറ്റ് ഇടാൻ പോയപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു, നില്ലാശാനെ ഇടല്ലേ ഞാൻ മുണ്ടെടുത്ത് കൊടുക്കട്ടെ. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ മുണ്ടെന്തിനാന്ന് വിചാരിച്ച് അതങ്ങ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആശാൻ എഴുന്നേറ്റ് ശിഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, നീ അല്ല ശിഷ്യൻ, നീ എന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞാൽ. ചിലരങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഭാര്യയും ഭർത്താവും മാറിയും തിരിഞ്ഞു അങ്ങ് പിശുക്ക്, ഒന്നും മതിയാവുന്നില്ല, ഒന്നും മുഴുക്കുന്നില്ല, അവരും ജീവിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ എങ്ങാണ്ടോട്ടിരിക്കുന്ന ഒരു പാന്റും ഒരു ഉടുപ്പും വാങ്ങിച്ച് മരിക്കുന്നത് വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവര്, മുണ്ടുടുത്തോണ്ട് നടക്കുന്നവര്. നമുക്ക് ഹലോ പറഞ്ഞോളൂ. ഞാൻ കവിതയാണ്. പറയൂ. 40 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യം, നമ്മൾ 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ബാക്കി കുറച്ച് പ്രതിബന്ധങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ നല്ലതായിട്ട് ജീവിച്ച് തുടങ്ങും. മക്കളൊക്കെ ഒരു ചെറിയ ലെവലിൽ മേളിലോട്ടായി, കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവകാശം കിട്ടി. അടുക്കളയിൽ ഇച്ചിരി ശബ്ദമൊക്കെ ഉറക്കെ പറയാം, ഒരു നിലപാടൊക്കെ അല്ലേ. അപ്പൊ നമ്മള് അവരുടെ വഴിക്ക് സ്വന്തമായിട്ട് വിടണം എന്നല്ല, നമ്മൾ അവരുടെ ഒരു കടിഞ്ഞാണ് നമ്മുടെ കൈ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം. പിന്നെ അവിടെ പിടിക്കുന്നതല്ല, എങ്കിലും ഒരു ചെറിയൊരു അവരുടെ പാട്ടിന് വിട്ടിട്ട് കവിതയുടെ അങ്ങനെയല്ല അങ്ങനെ പാട്ടിന് വിടാൻ പറ്റില്ല. പാട്ടിലല്ല, അവരെ നമ്മള് വണ്ടി ഓടിച്ച് മുന്നേ പോണം. ആ ഫ്രണ്ടിലുള്ള റെയർ വ്യൂ ഗ്ലാസ്സില് അവരിടയ്ക്ക് പുറകിലുണ്ടെന്നുള്ളത് ഇടയ്ക്കൊന്ന് നോക്കിക്കോ. അതുപോലെ നമുക്ക് മുമ്പേ പോയവർ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മള് കേട്ടിട്ടില്ലായിരുന്നു. നമുക്ക് മുമ്പേ പോയവർ തന്നെ ആഗ്രഹിച്ചു. അപ്പൊ അവര് മുമ്പേ പോയിട്ടില്ല, അവര് വണ്ടിയിൽ പോയിട്ടില്ല. നമുക്ക് മുമ്പേ പോയവർ അങ്ങനൊന്നും പോയിട്ടില്ല. നമുക്ക് നമ്മുടെ ഫാമിലിയോട് ഒരു പ്രതിബദ്ധത. അല്ല, അതൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ 40 ആകുമ്പോഴേക്ക് ഈ ബന്ധങ്ങളിൽ നിന്നുള്ള കെട്ടുപാടുകളിൽ നിന്ന് കുറച്ച് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ലേ കവിത? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണമെന്നോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണണമെന്നോ, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകണമെന്നോ, ഇതിനൊക്കെ നമുക്ക് ഇനി നീ പോകണ്ട അങ്ങനെ എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവണ്ടേന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. മാറ്റം ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് വളർന്നതാണ്. ഇപ്പൊ വളരുന്നതും ഇപ്പൊ ജീവിക്കുന്നതും വലിയ ഇപ്പൊ ജീവിക്കുന്നതും എപ്പോഴും വളരും. അല്ല, ഓരോ നിമിഷം ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ഓരോ തരത്തിലും നമ്മൾ വളരുക. ഓരോ ദിവസം അത് ഞാൻ പറഞ്ഞു, അതോടെ പറയാൻ നിർത്താം. അതായത് ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. 2024 ഞാൻ ഒരിക്കൽ പറഞ്ഞോന്നറിഞ്ഞല്ലോ ഇവിടെ, 2024 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലാസ് റൂമാണ്. നമ്മളെല്ലാവരും ആ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളാണ്. 2024 ആ ക്ലാസ് റൂമിലെ 12 സബ്ജക്റ്റുകളാണ് 12 മാസങ്ങൾ. ആ 12 സബ്ജക്റ്റുകളിലെ 12 പുസ്തകങ്ങളാണ് ഓരോ മാസത്തെയും 30 ദിവസങ്ങളാണ് 30 പുസ്തകങ്ങൾ. ആ 30 പുസ്തകങ്ങളിലെ ഓരോ ചാപ്റ്ററുകളാണ് ഓരോ ദിവസത്തെ അനുഭവങ്ങൾ. അപ്പം ഈ സയൻസ് പറയുന്നുണ്ട് പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ, ഒരു ചാരികസേരയിൽ ഇരുന്ന് മരണപ്പെട്ട ഒരു ഓട്ടിസം വളരെ പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നല്ലോ, ഞാൻ പേര് മറന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടാണ് അവസാനം ഈ പ്രപഞ്ചം കൊളാപ്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹലോ നമസ്കാരം. ഒരു 78-കാരന്റെ അഭിപ്രായം പറയാനാ ശ്രമിക്കുന്നത്. 78-കാരന്റെ 40 എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. ചിരിയുണ്ടോ?
അതാ അതെ, ഞാൻ ആദ്യമായിട്ട് ഒരു വിയോജിപ്പ് പറയട്ടെ. ഈ 40 എന്നുള്ള ലക്ഷണരേഖ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഏത് സ്വപ്ന ലോകത്തു നിന്നാണ് കിട്ടിയത്? ഞങ്ങളുടെ ഒരു പരിമിതമായ അനുഭവത്തിൽ ഞങ്ങളൊക്കെ 40 ആയപ്പോഴാ ഒന്ന് ഞെളിഞ്ഞു നിന്നത്, നിങ്ങളൊക്കെ ഒന്ന് കിടന്നത്. ഇപ്പൊ ഞാനൊരു സത്യം പറയാം, ഇതിനൊന്നും ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. മരിച്ച ഇന്നലകളെയും ജനിക്കാനിരിക്കുന്ന നാളെയും പറ്റി വറി ചെയ്യണ്ട. ഈ ജീവിച്ചിരിക്കുന്ന പ്രസന്റിനെ പറ്റി വറി ചെയ്ത് പോയാൽ ജീവിതം ആനന്ദകരമാണ്. അതായത് മരിച്ചുപോയ ഇന്നലകളെ കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട, ജനിക്കാനിരിക്കുന്ന നാളുകളെ കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട. നിങ്ങളുടെ മുന്നിലുള്ള ഈ നിമിഷത്തെക്കുറിച്ച്, ഈ ദിവസത്തെക്കുറിച്ച് അത് വളരെ ആനന്ദകരമായി എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നമ്പൂരി സാറ് പറഞ്ഞത്. പക്ഷെ നമ്പൂരി സാറ് നമ്മളെ പിടിച്ച ചൂണ്ടയിൽ കുത്തിയില്ല. 40 എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പം 78 നിന്ന് അദ്ദേഹം നേരെ തിരിച്ചെത്തിയത് ലക്ഷ്മണരേഖയില്ലാത്ത, പ്രായ വ്യത്യാസമില്ലാത്ത ഒരു സംഗതിയിലേക്കാണ്. അതെ അതെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഈ ഒരു 35-കാരിയാണ്. തുടങ്ങാം, എന്നാലും 35 കുഴപ്പമില്ല. കുഴപ്പമില്ല കുഞ്ഞ. അതെ, സാറ് പറഞ്ഞോട് ഇപ്പം ഒരുപാട് യോജിക്കുന്നു. എന്നുവെച്ചാല് ഞാൻ രഘുനന്ദൻ ചേട്ടനെ അല്ലാതെ പേഴ്സണലി വിളിച്ച ഓരോ കാര്യങ്ങളെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ള സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ പോയ സമയത്ത് നമ്മള് ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങിരുന്നു. പക്ഷെ അന്നിങ്ങനെ കരഞ്ഞു വിളിച്ചൊക്കെ കഴിയേണ്ടതല്ലെന്ന് പിന്നീട് മനസ്സിലായി. അപ്പൊ നമ്മള് എന്റെ ഒരു ഇഷ്ടത്തിനൊരു ജീൻസ് അന്ന് നമുക്ക് ഇടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ജീൻസും ടോപ്പും ഒക്കെ ഇടുമ്പോ എന്റെ കുഞ്ഞിപ്പോ പറയാ, അമ്മ ഇതൊക്കെ ഇടണം, ഇപ്പഴല്ലേ ഇടണ്ടേ, പിന്നെ മരിച്ചു കഴിയുമ്പോഴാണ് ഇടുന്നേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവള് ഇങ്ങോട്ട് പറഞ്ഞു തരും. 3ാം ക്ലാസ്സുകാരിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഭയങ്കര വിഷമിച്ചും കരഞ്ഞൊക്കെ പോകേണ്ടതല്ലെന്ന് ഇപ്പം ഒരുപാട് ആൾക്കാരിൽ നിന്ന് പറഞ്ഞെടുത്തുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? അതെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടംപോലെ ഇഷ്ടങ്ങളുണ്ട്, അതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചു. പക്ഷെ അതൊന്നും അല്ലെന്നിപ്പം ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നല്ല ബെൻസ് വണ്ടി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിട്ടിട്ട് ഓടിക്കാതിരിക്കുന്ന ഒരാളിനെ കുറിച്ച് എന്താ പറയുക? ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി, ഇത്രയും മനുഷ്യന്റെ ശരീരം, അവന്റെ ചിന്തകൾ, അവന്റെ സ്വപ്നങ്ങൾ, അതിന്റെ സെറ്റിങ്സ്, അതിന്റെ ഏർപ്പാട്, ഇതെത്ര ഭയങ്കര മനോഹരമായിട്ടാണെന്നറിയാമോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനൊരു പല്ലിന്റെ ഹോളിനൊരു ക്യാപ്പ് ഇടാനായിട്ട് ചെന്നപ്പോൾ ആ ക്യാപ്പ് ഇടുന്ന നമ്മുടെ ആസാദ് ഡോക്ടർ കരുനാപ്പള്ളി പുതിയ അദ്ദേഹം ആ പല്ല് എത്ര തവണ ട്രയൽ ചെയ്ത് സെറ്റ് ചെയ്താണ് അതിന്റെ ആ ഹാർമണി സിൻക്രണൈസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ ഒരു മുടിനാഴിരയുടെ ഡിഫറൻസ് വന്നാൽ നിങ്ങളുടെ ഈ വായും സംസാരവും ഇതെല്ലാം ബുദ്ധിമുട്ടാവും. താൽക്കാലികമായിട്ട് തന്നെ ഒന്ന് അടച്ചു വിട്ടിട്ട് എന്തെങ്കിലും ചവയ്ക്കുമ്പം വായിലിടുന്ന സാധനമല്ല ഞാൻ ചവയ്ക്കുന്നത്, എൻ്റെ ഈ ഉള്ളിലെ കവിളിന്റെ ഭാഗമാണ് ഞാൻ ചവയ്ക്കുന്നത്. അതിലിങ്ങനെ കടിച്ച് എനിക്ക് അവിടെ ഭയങ്കര വേദന പറയാൻ തുടങ്ങി. ഒരു ഫ്രാക്ഷൻ ഡിഫറൻസാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സംഗതിയെ മനോഹരമായി നമ്മൾ ആസ്വദിക്കണം. ആ ആസ്വദിക്കുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. എന്താണ്? സെർവ് ദ പീപ്പിൾ, സെലിബ്രേറ്റ് ദ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ജനങ്ങളെ സെർവ് ചെയ്തും ജീവിതം ആനന്ദകരമാക്കണം, സന്തോഷകരമാക്കണം. സെർവ് ദ പീപ്പിൾ, സെലിബ്രേറ്റ് ദ ലൈഫ്. അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തണം. നമ്മൾ മാത്രം ആസ്വദിക്കുന്നതും നമ്മൾ മാത്രം അങ്ങ് സന്തോഷിക്കുന്നതും ഒന്നും മാത്രമല്ല, മറ്റുള്ളവരുടെ സന്തോഷം എൻഷുർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം. അത് എപ്പോഴാണ് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ, മരിച്ചു കഴിഞ്ഞ് മരിച്ച ആളിന്റെ അക്കൗണ്ടിലേക്ക് ഒരാളും കാശിടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു പോയവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയോ അമ്പലത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത് മരിച്ചു കഴിഞ്ഞവന് മാത്രമുള്ള പാഠമല്ല, ജീവിച്ചിരിക്കുന്നവർക്കുള്ള പാഠമാണ്.